പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. 2025 എന്ന ഒരു വർഷം, ആ ഒരു വടവൃക്ഷത്തിൻ്റെ അവസാനത്തെ ശാഖയായ ഡിസംബറിൻ്റെ അവസാന ഇലകളും കൂടെ മണിക്കൂറുകൾക്കകം കൊഴിഞ്ഞു വീണാൽ അടുത്തൊരു പുതു വർഷത്തെ നാം വരവേൽക്കുക, 2026 വരവേൽക്കാൻ പോവുകയാണ്. ഈ അവസാന ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പം കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മളെ പരിപാലിച്ചു. അത് പറയുമ്പം ഒരു വർഷം എന്നുള്ളതല്ല, നമ്മുടെ ഉലകസ്ഥാപനത്തിനു മുമ്പേ നമ്മളെ കണ്ടു. അതിനപ്പുറം നമ്മളെ കർത്താവ് കഴിഞ്ഞൊരു നമ്മുടെ ജനനം മുതൽ ഇന്നുവരെ പരിപാലിച്ച ദൈവകൃപയ്ക്ക് നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു ക്ഷമാപണത്തോടെ ആരംഭിക്കട്ടെ. ചുരുക്കം ചില ദിവസങ്ങളായിട്ട് ഒരു ലാഗ് ഉണ്ടായി, ഒരു ബ്രേക്ക് ഉണ്ടായി. അതിൻ്റെ കാരണം ഫോണിൻ്റെ കംപ്ലൈൻറ്റും ഒപ്പം ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ തടസ്സം, അതിന് ടെക്നിക്കൽ എറർ വന്നതുകൊണ്ടാണ് പറ്റിയത്. ക്ഷമിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 49 അധ്യായം അതിൻ്റെ 15 വാക്യം. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അടുത്ത വാക്ക്, അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. നമുക്ക് സുപരിചിതമായ വാക്കാണ്, ഉപയോഗിക്കുന്ന ഫ്രേസാണ്. മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പാട്ടുകളും നമ്മൾ പാടുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വചനത്തിനകത്ത് പറയുന്നേ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ പറയുമ്പം മറക്കാതിരുന്ന കർത്താവിനെ, നമ്മളെ മറന്നു കളയാത്ത കർത്താവിനെ, അതെ, മറന്നു കളയാത്ത കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർമ്മിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം ഇന്ന് ഈ വാക്യത്തിന്റെ പ്രസക്തി ഒത്തിരി പ്രാധാന്യം നമ്മൾ കേൾക്കുന്നതും ചെറുപ്പകാലത്തൊക്കെ കേൾക്കുന്നതും കാണുന്നതും മാത്രമല്ല, സ്കൂളിലൊക്കെ പാഠപുസ്തകത്തിൽ പഠിക്കുന്നതും. ഒരു അമ്മക്കിളി കാട് മുഴുവൻ തീ കത്തിയപ്പോൾ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കിടന്നതും, ഒരമ്മ തണുത്തു വിറച്ച് വിറങ്ങലിച്ച് വന്ന് തൻ്റെ ഒക്കത്തിരുന്ന കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഉടുതുണി പോലും മറച്ച് അമ്മ അതിൻ്റെ പുറത്തു കയറി, കുഞ്ഞിൻ്റെ പുറത്തു കയറി കിടന്ന് അമ്മ കുഞ്ഞിനെ രക്ഷിച്ചതും, താൻ ചൂട് കൊടുത്ത് കുഞ്ഞിനെ രക്ഷിച്ചതും, ഇങ്ങനെ അമ്മ ജീവൻ കൊടുത്ത് ഒരു തീക്കകത്തേക്ക് അമ്മ എടുത്തു ചാടുന്നതും, ചില സമയത്ത് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ വെള്ളത്തിൽ ചാടുന്നതും കിണറ്റിൽ ചാടുന്നതും, ഇങ്ങനെ ഒത്തിരി കഥകൾ കേൾക്കുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ കാലം മാറി ഈ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്നത് കുഞ്ഞിനെ എറിഞ്ഞ് കൊന്നുകളയുന്ന ഒരമ്മയെ നമ്മൾ കണ്ടു. കടലിന്റെ തീരത്ത് പോയി ആ കടൽ ഭിത്തി കെട്ടിയിരുന്ന കല്ലേലടിച്ച് കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അമ്മയും, ജനിച്ച കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നുകളഞ്ഞ അമ്മയും, അങ്ങനെ അമ്മ അതേ കാമുകനോടൊപ്പം ജീവിക്കാൻ കുഞ്ഞിനെ ഏതു വിധേനയും ഒഴിവാക്കുന്ന അമ്മമാരെയൊക്കെ കാണുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഈ യെശയ്യാ പ്രവാചകൻ ഈ വചനം എഴുതുന്ന കാലഘട്ടത്തിലും, ഈവൻ നമ്മുടെ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പുള്ള കാലഘട്ടത്തിലും ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കത്തില്ല. തൻ്റെ ഒരു 10 മാസം തൻ്റെ ഉദരത്തിൽ ചുമന്ന് ജീവൻ കൊടുത്ത് തൻ്റെ രക്തവും തൻ്റെ പാലും കൊടുത്തു വളർത്തിയെടുക്കുന്ന ഒരു കുഞ്ഞിനെ ജീവൻ കൊടുത്ത് രക്ഷിക്കുന്ന അമ്മയാ നമുക്കറിയാവുന്നത്. ഈ എഴുതുന്ന കാലഘട്ടത്തിൽ കുറച്ചുകൂടി ഈ വാക്യത്തിന് കുറച്ചും കൂടെ അതിൻ്റെ അർത്ഥവ്യാപ്തിയുണ്ട്, വ്യാപ്തി ഒരുപാടുണ്ട്. കാരണം ഈ വാചനം എഴുതുന്ന സമയത്ത് ഒരിക്കലും പിരിയാബന്ധമാണ് നമ്മൾ പറയുന്ന വൈകാരികമായ പൊക്കിൾക്കൊടി ബന്ധമെന്ന് പറയുന്ന അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തിൽ അമ്മ കുഞ്ഞിനെ മറന്നു കളയില്ല. ലോകത്തിൽ ആരൊക്കെ ഒരു കുഞ്ഞിനെ മറന്നാലും അമ്മ മറന്നു കളയുകയില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ചോദിക്കുന്നത്, അമ്മ കുഞ്ഞിനെ മറക്കുമോ? മറക്കത്തില്ല. പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? ഇതൊരു വ്യത്യാസമുണ്ട്. ദത്തെടുക്കുന്നതല്ല, അല്ലെങ്കിൽ രണ്ടാനമ്മയല്ല. താൻ പ്രസവിച്ച കുഞ്ഞിനോട്, ആ കുഞ്ഞിനെ മറന്നു കളയുകയില്ല. കരുണ തോന്നാതിരിക്കുമോ? അതിനോട് കരുണ തോന്നും.
ഇനി അതുകൊണ്ടാണ് പുസ്തകത്തിനകത്ത് ഇത് എഴുതുന്ന സമയത്ത് ഹാഗാർ തന്റെ കുഞ്ഞിന്റെ മരണം കാണണ്ടായി എന്ന് പറഞ്ഞ് ഒരമ്പിൻപാട് ദൂരത്ത് ചെന്നിരുന്ന് കരയുന്ന സംഭവവും, മക്കളെ ഓർത്ത് കരയുന്ന റാഹേലിനെയും മക്കളെ ഓർത്ത് വിലപിക്കുന്ന ഇസ്രായേൽ മാതാക്കളെയും ഇസ്രായേൽ സ്ത്രീകളെയൊക്കെ കണ്ടിട്ടാണ് ഈ പ്രവാചകനായി യെശയ്യാവ് എഴുതുന്നത്. ഈ വചനം എഴുതുമ്പോ ചോദിക്കുന്നേ, പരിശുദ്ധാത്മാവ് ഈ വചനം എഴുതുമ്പോ ചോദിക്കുന്നേ, ഇനി അവർ മറന്നു കളഞ്ഞു എന്നിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഇത് ഒരു ചോദ്യമായിട്ട് പറയുമ്പോഴും നമുക്കിത് മനസ്സിലാകും. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് മനസ്സിലാകാൻ പാടാണ്. ഇന്നത്തെ കാലഘട്ടത്തില് ഇനി ഒരമ്മ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും, അത് പറയുമ്പോ തന്നെ പറയട്ടെ, അമ്മ കുഞ്ഞിനെ മറക്കില്ല. ഇവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ കേൾക്കുന്നെങ്കിൽ ലക്ഷത്തിലൊരമ്മയാണ് ഒരു ഓപ്ഷൻ, ലക്ഷത്തിലൊരമ്മയാണ് ഒരു അപവാദം എന്ന് പറയുന്നത്, ലക്ഷത്തിലൊരമ്മയാണ്. അമ്മമാർ മറന്നു കളയുകയില്ല. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. അതൊരു ഉറപ്പാ, അതൊരു ഷുവർട്ടിയാ, അതൊരു അഷ്വറൻസാ. അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. പ്രിയരേ, ആ വചനത്തിന്റെ വ്യാപ്തി, ആ വചനത്തിന്റെ അർത്ഥം ഹൃദയത്തിലേക്കൊന്ന് പതിക്കട്ടെ. ഈ വചനത്തിൽ അമ്മ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറയുന്നത്, ആ മറക്കുക എന്നത് ഒന്ന് തിരിച്ച് പോസിറ്റീവായിട്ട് ഇത് ചിന്തിച്ചാൽ, ലോകത്തിൽ ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും ദൈവം നിന്നെ ഓർക്കും. ദൈവം നിന്നെ ഓർക്കും. അതാ അതിന്റെ പോസിറ്റീവ് വചനം. ദൈവം ഓർക്കും. ദൈവം നിന്നെ ഓർക്കുന്നു. ഈ വർഷത്തിന്റെ അവസാനത്തിൽ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ കുഞ്ഞെ, ഇന്ന് ഒരു വചനം, നീ ആത്മാവിലെ വചനം തിരിച്ചറിഞ്ഞ് നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഓർക്കുന്ന ദൈവം. പുസ്തകം മുഴുവൻ വായിക്കുമ്പം തുടക്കം മുതൽ, അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ അങ്ങനെ ഒരു വചനം കാണാം. യഹോവ ഓർത്തു, ദൈവം ഓർത്തു. ദൈവം ഓർക്കുന്ന ദൈവമാ. ദൈവം സാറയെ ഓർത്തു. വാക്തത്വം കൊടുത്തിട്ട് സാറയെ വിട്ടിട്ട് പോകിയല്ല, സാറയെ ഓർത്തു. യഹോവ റാഹേലിനെ ഓർത്തു. ഓർക്കുന്ന ദൈവമുണ്ട്. ഓർക്കുന്ന ദൈവം പെട്ടകത്തിലിരുന്ന ജനത്തെയും പെട്ടകത്തിലിരുന്ന നോഹയെയും കുടുംബത്തെ 8 പേരെയും അതിലെ മൃഗജാലങ്ങളെയും ഓർത്ത ദൈവമുണ്ട്. യഹോവ നോഹയെയും പെട്ടകത്തെയും ഓർത്തു. ഓർക്കുന്ന ദൈവം, ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. മുന്നോട്ടിങ്ങനെ പോകുമ്പം ദൈവം ഇസ്രായേലിനെ ഓർത്തു. ദൈവം ഇസ്രായേലിന്റെ കഷ്ടത കണ്ട് അവരെ ഓർത്തു. യഹോവ ജോസഫിനെ ഓർത്തു. പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ ഓർക്കുന്ന ദൈവമുണ്ട്. ഇന്ന് ഞാൻ പുസ്തകത്തിൽ മുൻപോട്ട് പോകുമ്പോൾ, പുതിയ നിയമം വരെ എത്തുമ്പം ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. മറക്കുന്ന ദൈവത്തെയെല്ലാം നാം വിളിക്കുന്നത് ഓർക്കുന്ന ദൈവത്തെയാ. ഹല്ലേലൂയ. യഹോവ നമ്മെ ഓർത്തു. ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. കുഞ്ഞേ, നിന്റെ പ്രതിസന്ധിക്കകത്ത് ദൈവം നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. യഹോവ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സങ്കീർത്തനം 13 ചോദിക്കും, യഹോവേ, എത്രത്തോളം നീ എന്നെ ഓർക്കാതിരിക്കും, മറന്നു കളയും. ഇല്ല കുഞ്ഞെ, നിന്നെ മറക്കുകയില്ല. സങ്കീർത്തനത്തിന്റെ അവസാനം പറയുന്നു, അവന് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്ന, യഹോവയെ കാത്തിരിക്കുന്നവർ അവൻ മറന്നു കളയുകയില്ല. ദൈവത്തിനായി കാത്തിരിക്കുന്നവരെ, ആ മുഖത്തേക്ക് നോക്കുന്നവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവരെ മറന്ന് കളയുകയില്ല. ദൈവം നിന്നെ മറക്കയില്ല. സാഹചര്യത്തിൽ നീ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, അതേ കുഞ്ഞിനെ അമ്പിൻപാട് ദൂരത്തിട്ടിരിക്കുന്ന ഹാഗാർ ചിന്തിച്ചു യഹോവ മറന്നെന്ന്. പക്ഷേ ഹാഗാർ പറയുന്നത് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? മറക്കരുത് കുഞ്ഞെ, നിന്നെ കാണുന്ന ദൈവമുണ്ട്. നിന്റെ ചലനം അറിയുന്നവൻ. ഭൂമിയുടെ അതോ ഭാഗങ്ങൾ പോയി ഒളിച്ചാലും സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും അവിടെ നിന്നെ അറിയുന്ന, നിന്നെ ഓർക്കുന്ന ദൈവമുണ്ട്. നിന്നെ ഓർക്കുന്ന ദൈവമുണ്ട്. യെശയ്യാ പ്രവാചകൻ അതേ പറയുന്ന ദൈവവചനത്തിന്റെ ചിന്ത നൂറ്റാണ്ടുകളെ തട്ടി പ്രതിധ്വനിച്ചിന്ന് നിന്റെ കാതുകളിൽ ഹൃദയത്തിനകത്തേക്ക് പതിക്കട്ടെ. യഹോവ നിന്നെ ഓർക്കുന്നു. ഹല്ലേലൂയ. ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഓർക്കുന്ന ദൈവം, നമ്മെ അറിയുന്ന ദൈവം, നമ്മെ ഓർക്കുന്ന ദൈവം, നമ്മെ ഓർക്കുന്ന ദൈവം. നിന്റെ 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 തലമുറയെ ഓർക്കുന്ന ദൈവം, നിന്റെ കുടുംബത്തെ ഓർക്കുന്ന ദൈവം, നിനക്ക് നിന്നുള്ള വാഗ്ദത്തത്തെ ഓർക്കുന്ന ദൈവം, നിന്റെ പ്രോമിസിനെ ഓർക്കുന്ന ദൈവം, നിന്റെ ജോലിയെ ഓർക്കുന്ന ദൈവം, നിന്റെ വരുമാന മാർഗത്തെ ഓർക്കുന്ന ദൈവം, നിന്റെ പേപ്പർ വർക്കുകളെ ഓർക്കുന്ന ദൈവം, നിന്റെ യാത്രയെ ഓർക്കുന്ന ദൈവം, നിന്റെ തലമുറയെ ഓർക്കുന്ന ദൈവം, നിന്റെ മുൻപോട്ടുള്ള ഗമനത്തെ ഓർക്കുന്ന ദൈവം. ഓർക്കുന്ന ദൈവം നിന്നെ മറന്നിട്ടില്ല.
യഹോവ ഹന്നയുടെ ഗർഭം അടച്ചിരുന്നു, പക്ഷേ ഹന്നയെ ഓർത്തു. യഹോവ റാഹേലിനെ ഓർത്തു. യഹോവ നിലവിലുള്ള ജനത്തെ ഓർത്തു. ഓർക്കുന്ന ദൈവമുണ്ട്, ഓർക്കുന്ന ദൈവമുണ്ട്. ഇന്ന് ഈ ഈ വർഷത്തിന്റെ അവസാനം ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ഒരുമിച്ച് പറഞ്ഞേ, ഓർക്കുന്ന ദൈവമുണ്ട്. നിന്റെ പേര് മാത്രം പറഞ്ഞു, എന്നെ ഓർക്കുന്ന ദൈവം, നിന്റെ വാക്തത്വത്തെ ഓർക്കുന്ന ദൈവം. കുഞ്ഞെ മടുത്തു പോകരുത്, നിന്നെ ഓർക്കുന്ന ദൈവം. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓർക്കുന്ന ദൈവം, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമായി എന്നെ ഓർക്കുന്ന ദൈവം. ഈ വചനം കേൾക്കുന്ന കർത്താവെ, സകല പേരുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുന്നു. ഓർക്കുന്ന ദൈവം കൂടെയുണ്ട്. ഓർക്കുന്ന ദൈവം മറന്ന് കളയുകയല്ല. സമയത്ത് വാക്തത്വത്തിന്റെ നിവർത്തീകരണത്തിന്റെ തക്ക സമയത്ത്, അത് 25 വർഷമായാലും 40 വർഷമായാലും ഒരു രാത്രിയായാലും ദിവസങ്ങളായാലും ഓർക്കുന്ന ദൈവം, ഓർക്കുന്ന ദൈവം കൂടെയുണ്ട്. ലാസർ മരിച്ച് 4 ദിവസമായാലും അവരെ ഓർക്കുന്ന ആ ദൈവം കൂടെയുണ്ട്. ഇന്ന് കർത്താവെ, ജനത്തെ ആത്മാവിൽ ഉറപ്പിക്കുന്നു. ഓർക്കുന്ന ദൈവം, അതേ മറന്നു കളയാതെ മാറോട് ചേർത്ത് ഓർത്ത് വാക്തത്വം നിവർത്തിക്കുന്ന ദൈവം കൂടെയുള്ളതിനായി നന്ദി പറയുന്നു. അടുത്ത പുതുവർഷത്തിലേക്ക് കയറുമ്പോൾ കരം പിടിച്ച് ഓർക്കുന്ന ദൈവം മറുപടിയായി കൂടെയുള്ളതിനായി നന്ദി പറയുന്നു. കർത്താവെ, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന ഇടിക്കാൻ സ്തോത്രം. സകല മാനമോഹത്തോട് നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. കർത്താവ് എല്ലാവരെയും നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.